എത്ര പേർ അപകടത്തിൽപ്പെട്ടുവെന്ന് ഇനിയും വ്യക്തതയില്ല. സ്ഫോടന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 34 പേരെന്ന് പോലീസ്. ഇതുവരെ മോർച്ചറിലെത്തിച്ചത് 9 മൃതദേഹങ്ങൾ. മോർച്ചറിലുള്ളത് 26 ശരീരഭാഗങ്ങൾ. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ തിരിച്ചറിയുക ദുഷ്കരം. DNA പരിശോധനയ്ക്ക് നടപടി. നാളെയും തിരച്ചിൽ തുടരുമെന്ന് DGP. പൂരത്തിന് ഇക്കുറി ആഘോഷമില്ല. ചടങ്ങുകൾ മാത്രമായി പൂരം നടത്താൻ ദേവസ്വങ്ങൾ. ഏകപക്ഷീയമായി സർക്കാർ തീരുമാനമെടുക്കില്ലെന്ന് ദേവസ്വം മന്ത്രി. ദേവസ്വങ്ങളുടെ അഭിപ്രായം തേടും. സർക്കാർ പറയുന്നത് പോലെ തീരുമാനമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂരസംഘാടനം വീണ്ടും വിവാദത്തിൽ. അപകടം വരുത്തിവെച്ചതെന്ന് പ്രതിപക്ഷം. പടക്കശാലയ്ക്ക് ആവശ്യത്തിന് സുരക്ഷയൊരുക്കിയില്ലെന്ന് VD സതീശൻ. അപകടങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ലെന്ന് V മുരളീധരൻ. കരിയും കരിമരുന്നുമില്ലാതെ പൂരം നടത്തിക്കൂടെ? ദുരന്ത പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചകൾ സജീവം. മനുഷ്യജീവൻ പണയപ്പെടുത്തുന്ന വെടിക്കെട്ടുകൾ ഒഴിവാക്കണമെന്ന് R ശ്രീലേഖ. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ കൂടി മരിച്ചു. മരിച്ചത് വാഹനത്തിന്റെ ഡ്രൈവർ നൌഷാദ് അലി. ചികിത്സാ പിഴവെന്ന കുടുംബം. മരിച്ചവരുടെ എണ്ണം 10. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. കനത്ത സുരക്ഷയിൽ മേഖല. മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച നേതാക്കൾ. ഭീകരവാദത്തിന്റെ ഒരു രൂപത്തിനു മുന്നിലും രാജ്യം തലകുനിക്കില്ലെന്ന് പ്രധാനമന്ത്രി.